ജനങ്ങളെ അറിയിക്കേണ്ടുന്ന സന്തോഷകരമായ വാർത്ത. ഇത്തവണ ഓണം ലക്ഷ്യമിട്ടത് സപ്ലൈകോയിലൂടെ 50 ലക്ഷം കുടുംബങ്ങളും 300 കോടി രൂപയുടെ വിൽപ്പനയുമായിരുന്നു. എന്നാൽ ഇന്നലെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലെ വിൽപ്പന സപ്ലൈകോയുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തതും കൂടുതൽ തുകയ്ക്ക് വിൽക്കാനും കഴിഞ്ഞ കാലമാണ്. 24 കോടി രൂപയിലധികം വിൽപ്പന ഒരു ദിവസം നമുക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവസാന ദിവസങ്ങൾ കാണിക്കുന്നത്. 350 കോടി രൂപയുടെ വിൽപ്പന എന്നുള്ളത് ഇന്ന് രാവിലെ കണക്ക് നോക്കുമ്പോൾ 352 കോടി രൂപയുടെ വിൽപ്പനയിലേക്ക് നമുക്കെത്താൻ കഴിഞ്ഞു. 352 കോടി രൂപയിലധികം വിൽപ്പന ഇന്ന് രാവിലെ കൈവരിച്ചു. 50 ലക്ഷം ജനങ്ങളെന്ന് ഓണത്തിന് മുമ്പ് എത്തുമെന്ന് കണ്ടത് 52 ലക്ഷത്തിൽ പരം ആളുകൾ നമ്മുടെ ഔട്ട്ലെറ്റുകളിലൂടെ സാധനം വാങ്ങിപ്പോയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഫെയറാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നിരുന്നത് ഇന്നലെ വരെ. എന്നാൽ ഇന്നലെ പാലക്കാട് തിരുവനന്തപുരത്തേക്കാൾ കൂടുതൽ വിൽപ്പന നടന്ന കേന്ദ്രമായി പാലക്കാട് സപ്ലൈകോയുടെ ഓണം ഫെയർ മാറുന്ന ചിത്രമാണ് കണ്ടത്. ഇത് കാണിക്കുന്നത് എല്ലാ കേന്ദ്രങ്ങളിലും നല്ല ജനങ്ങൾ സ്വീകരിച്ച ഒരു അനുഭവമാണ്. മറ്റൊന്ന്, സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന ഓണച്ചന്ത ഒരു പുതിയ അനുഭവമാണ്. നേരത്തെ സഞ്ചരിക്കുന്ന കടകളുണ്ടായിരുന്നെങ്കിലും സബ്സിഡി ഉൽപ്പന്നങ്ങൾ നൽകാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ സബ്സിഡി സാധനങ്ങൾ അടക്കം വാങ്ങാൻ കഴിയുന്ന സൗകര്യം ഏർപ്പെടുത്തിയപ്പോൾ സഞ്ചരിക്കുന്ന ഓണച്ചന്തകൾ ഒരു കേന്ദ്രത്തിൽ തന്നെ 69-70,000 രൂപയുടെ വിൽപ്പന ഒരു കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഞാനിന്നലെ തിരക്കുമ്പോൾ 48,000 രൂപ മുതൽ 60-69,000 രൂപ വരെയുടെ വിൽപ്പന ഓരോ ജംഗ്ഷനുകളിലും നടന്നതിന്റെ അനുഭവമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഓണത്തിന് ഗവൺമെന്റ് കണ്ട തരത്തിൽ തന്നെ സപ്ലൈകോയുടെ റോൾ നിർവഹിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഏറെ ആശ്വാസം പകരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം പറയുന്നത്. വെളിച്ചെണ്ണയ്ക്ക് ഇന്നും നാളെയും നമുക്ക് സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് 50 രൂപ വില കുറച്ച് കൊടുക്കാൻ പ്രത്യേക ഓഫർ കൊടുത്തു. നാളെ 2 ഓഫറുകൾ കൂടി ഞാനിവിടെ പറയാം. ഒന്ന്, നാളെ ഉത്രാട ദിനമാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്ന സാധാരണക്കാർ വരുന്നത് കൊണ്ട് തന്നെ ഹാപ്പി ഹവേഴ്സ് എന്ന പേരിൽ എല്ലാ ഔട്ട്ലെറ്റിലും രാവിലെ മുതൽ ഓഫർ ലഭിക്കുന്ന 10% വില കുറച്ച്, ഏകദേശം 10% വരെ വില കുറവ് അധികമായി ലഭിക്കുന്ന തരത്തിലുള്ള ഒരു ഓഫർ നാളത്തെ ഒരു ദിവസം. സബ്സിഡിയല്ല, നോൺ സബ്സിഡി സാധനങ്ങൾക്ക് നമുക്ക് ഒരു നിശ്ചിത വില നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ നോൺ സബ്സിഡി സാധനങ്ങൾ വാങ്ങുന്നവർക്ക് 10% വരെ, ചിലതിന് 5 ആയിരിക്കും, ചിലതിന് 6 ആയിരിക്കും, ചിലത് 10, അധികം 10% കൂടെ ഓഫർ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ നാളെ പൂർണ്ണമായിട്ടും രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിൽപ്പന നടക്കുന്ന സമയം പൂർണ്ണമായിട്ടും. അതുപോലെ 40 ലക്ഷത്തിൽ കൂടുതൽ വിൽപ്പന നടത്തിയ സപ്ലൈകോ ഔട്ട്ലെറ്റിലെ പാക്കിംഗ് തൊഴിലാളികളുണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ. മിക്കവാറും എല്ലാ സഹോദരിമാരാണ്. അവർക്ക് ഒരു പ്രത്യേക ഇൻസെന്റീവ് നൽകാനുള്ള നിർദ്ദേശം മാനേജ്മെന്റിന് കൊടുത്തിട്ടുണ്ട്. അവർക്ക് സാധാരണ ലഭിക്കുന്ന ശമ്പളത്തിന് പുറമെ ഒരു ഇൻസെന്റീവ് കൂടെ കൊടുത്തുകൊണ്ട്, കാരണം ഓണത്തിന് ഇത്രയധികം പാക്ക് ചെയ്യാൻ രാത്രികാലങ്ങളിലടക്കം തുടർ പ്രവൃത്തി നടത്തുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. വൈകുന്നേരം നിർത്തിപ്പോകുന്നതിന് പകരം അർദ്ധരാത്രി വരെ ഈ ഔട്ട്ലെറ്റുകളിൽ സഹായിക്കാൻ നിന്ന പാക്കിംഗ് തൊഴിലാളികൾക്ക് പ്രത്യേകമായ ഒരു പരിഗണന, അവർക്കൊരു ഇൻസെന്റീവ് കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നെൽകർഷകർക്കുള്ള പണം ഓണത്തിന് മുമ്പ് കൊടുക്കാനാണ് ഗവൺമെന്റ് പരിശ്രമിച്ചത്. ഞാൻ കഴിഞ്ഞ യോഗത്തിൽ പറഞ്ഞു, 1645 കോടി രൂപയുടെ നെല്ലാണ് ഈ കഴിഞ്ഞ 2 സീസണുകളിലായി സംഭരിച്ചത്. അതിൽ 1399 രൂപ വിതരണം ചെയ്തു. ഈ കഴിഞ്ഞ ദിവസം 100 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ഇൻസെന്റീവ് ബോണസിന്റെ പരിധിയിൽ കൂടെ പെടുത്തി അഡ്വാൻസ് ആയിട്ട് 100 കോടി നൽകുകയുണ്ടായി. സംസ്ഥാന സർക്കാർ നൽകിയ പണമല്ലാതെ കേന്ദ്ര ഗവൺമെന്റ് 1 രൂപ ഈ കഴിഞ്ഞ സീസണിൽ നൽകിയിട്ടില്ല. നമുക്ക് നിലവിൽ 1259 കോടി രൂപയുടെ കുടിശ്ശിക കഴിഞ്ഞ വർഷം വരെയുള്ള നൽകാനുണ്ട്.
എന്നാൽ ഈ കഴിഞ്ഞ വർഷം 2024-25 MSP ഇനത്തിൽ 1 കിലോ നെല്ലിന് 23 രൂപ കേന്ദ്രം നൽകുന്ന MSP ഇനത്തിൽ 1342 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് ഈ വർഷത്തെ നെല്ല് സംഭരണത്തിൽ നൽകാനുണ്ട്. ഈ രണ്ടും കൂടെ കൂട്ടിയാൽ 2601 കോടി രൂപയിലധികം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് കർഷകർക്ക് കൊടുക്കാനുള്ള തുകയിൽ നൽകാനുണ്ട്. അതിൽ ഒരു പൈസ നൽകിയിട്ടില്ല. ജനങ്ങൾ അറിയേണ്ടുന്നത്, കൃഷിക്കാർ അറിയേണ്ടുന്നത്, കേന്ദ്ര ഗവൺമെന്റിന്റെ ഫൈനാൻസ് വകുപ്പുകളിൽ കഴിഞ്ഞ 3 ദിവസമായി കേരളത്തിന്റെ സപ്ലൈകോയുടെ MD കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള പണത്തിനു വേണ്ടി വിവിധ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. ഇന്നലെ റെഡിയാവുമെന്നാണ് ആദ്യം വിചാരിച്ചത്. ഇന്നലെ വൈകുന്നേരത്ത് ശരിയായിട്ടില്ല. ഇന്നും ഡൽഹിയിൽ നിൽക്കുകയാണ്. ഓണത്തിന് മുമ്പ് കർഷകന് പണം കൊടുക്കണമെന്ന് വിചാരിച്ചുവെങ്കിലും പണം ഇതുവരെ കേന്ദ്ര ഗവൺമെന്റ് ഒരു രൂപ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കേരളത്തിലെ സർക്കാർ ബഡ്ജറ്റിലൂടെ പറഞ്ഞ കർഷകന്റെ ഇൻസെന്റീവ് ബോണസ് പൂർണ്ണമായും ഈ വർഷത്തെ നൽകിയിട്ടുണ്ട്. അത് നൽകിയാൽ പോലും നമുക്ക് കൊടുത്തു തീർക്കാൻ കഴിയില്ല. ഇനി നമുക്ക് 246 കോടി രൂപ 10,568 കർഷകർക്കായി 246 കോടി രൂപ ഇനി പെൻഡിംഗ് ആയിട്ടുള്ളത് കൊടുത്തു തീർക്കാനുണ്ട്. ആ 246 കോടി രൂപ ഉൾപ്പെടെ നാളെ ഓണമാണ്, അവർക്ക് കൊടുക്കാൻ കഴിയണമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇതുവരെ ഞങ്ങൾ നീങ്ങിയത്. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായമില്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് അത് കൊടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയാണ് നിലവിലുള്ളത്. വൈകുന്നതിന് മുമ്പ് പണം ലഭിക്കുകയാണെങ്കിൽ, അക്കൗണ്ടിലേക്ക് വരികയാണെങ്കിൽ കർഷകന്റെ അക്കൗണ്ടിലേക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. അതല്ലെങ്കിൽ കർഷകനോട് നമുക്ക് ഈ അവസ്ഥ പറയാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ അറിയിക്കുകയാണ്. വിലക്കയറ്റം രാജ്യത്തെ ഒരു പ്രതിഭാസമാണ്. മുതലാളിത്ത രാജ്യങ്ങളിൽ വില നിശ്ചയിക്കുന്നത് സംസ്ഥാനങ്ങളോ സർക്കാരുകളോ അല്ല. വില നിശ്ചയിക്കാനുള്ള അധികാരം ഉൽപ്പാദകർക്ക് കൊടുത്ത ഒരു രാജ്യത്ത് വില വർദ്ധിക്കുക സ്വാഭാവികമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങേണ്ടുന്നത് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ ജനങ്ങളടക്കം അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഉൽപ്പാദക സ്റ്റേറ്റ് അല്ലാത്ത ഒരു കൺസ്യൂമർ സ്റ്റേറ്റായിട്ടുള്ള കേരളം ഫലപ്രദമായി മാർക്കറ്റ് ഇന്റർവെൻഷൻ പ്രവർത്തനം നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് പോലും സമ്മതിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് സപ്ലൈകോയുടെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് മാധ്യമങ്ങളോട് നമ്മൾ കേട്ടതാണ്. പ്രതിപക്ഷ ഭരണപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ ജനപ്രതിനിധികളും ഈ ഓണക്കാലത്ത് ആ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും സഹകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് വില വർധനവ് പിടിച്ചു നിർത്താൻ ഗവൺമെന്റിന്റെ ഇടപെടലുകൾ ഫലപ്രദമായി എന്ന് കേരളത്തിലെ ജനങ്ങൾ ഒരുപോലെ സമ്മതിക്കുമ്പോൾ അത്തരം വാർത്തകളെ ആ നിലയിൽ മാത്രമേ കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.